ശുഭനാർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്ത് ഇപ്പോൾ ഒരു ഭയങ്കര വെയിലും ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ മുഖത്ത്. നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ അല്ലേ, നമ്മൾ ചിലപ്പോൾ വെയിലത്തോട്ട് ഇറങ്ങിയെന്ന് വരും, നമ്മൾ എവിടെയെങ്കിലും പോവേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മുഖത്തെ ഡൾനെസ് ഒന്ന് കളഞ്ഞ് ഫേസിനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമുക്ക് നമ്മുടെ ഫേസിനെ ഒന്ന് ചുറുചുറുക്കാക്കാനും നമ്മുടെ ശരീരത്തിൽ ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കും, ധാരാളം വെള്ളം കുടിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിനെ നമുക്ക് ആ ക്ഷീണം, ഫേസിലുണ്ടാകുന്ന ഒരു ഡൾനെസ് കളയാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് ഉള്ള ഒരു കാര്യമാണല്ലേ. പിന്നെ ഈ കറുത്തപാടുകൾ, കുരുക്കളുണ്ടാകുന്നത്, അതിനെയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മുടെ മുഖത്തിനെ ഒരു ഫേസിനെ നമുക്കൊന്ന് ആക്റ്റീവാക്കാൻ വേണ്ടി നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്നറിയുമോ? തൈരും അരിപ്പൊടി. ഞാനിതാ ഇങ്ങനെ ഇപ്പോൾ മോളെടുത്ത് തേച്ചു, അപ്പം അതിൻ്റെ കുറേ മിച്ചം വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ എൻ്റെ മുഖത്തിടാവുന്ന, അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ അങ്ങ് കാണിച്ചു തന്നേക്കാന്ന് കരുതി. അപ്പം ഇത് കണ്ടോ, നമുക്ക് പുട്ടുപൊടിയുടെ അരിപ്പൊടിയാണ് നല്ലത് കേട്ടോ. ഒരുപാട് തരിയുള്ളത് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് ശക്തിയായിട്ട് അങ്ങോട്ട് ഇതാക്കരുത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ശക്തി എടുത്ത് നമ്മുടെ അരിപ്പൊടി ഇട്ടിട്ട് മുഖത്ത് ഇങ്ങനെ ഒരസരുത്. പക്ഷേ എന്നാലും നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം പോവുകയും ചെയ്യണം. ബ്ലാക്ക് ഹെഡ്സ് പോകണം, വൈറ്റ് ഹെഡ്സ് പോകണം. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിൽ പോവുകയും ചെയ്യണം. ആ ഒരു രീതി വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. അതിങ്ങനെ കുറേ ഞാൻ തേച്ച് വെച്ചു, നന്നായിട്ട് തേച്ച് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിനി മസാജ് ചെയ്യാം. 2 ദിവസമായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട്. ഇന്ന് ലൈവ് ഉണ്ട്, എല്ലാവരും വരണം കേട്ടോ 9 മണിക്ക്. ഇത് കണ്ടോ, ഇന്നെനിക്ക് പാർലറിൽ ഫേഷ്യലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫേഷ്യൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ഇത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു ആളായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, നമ്മുടെ ഇവിടെ അടുത്തുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളത് ചെയ്തു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് നല്ല ഒരു ഉണർവോടുകൂടി നല്ലൊരു ഡെഡ് സെൽസ് എല്ലാം മാറി നമുക്ക് ഇങ്ങനെ ഈ അരിപ്പൊടിയും തൈരിൻ്റെ ഗുണങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്. തൈരിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. തൈര് തന്നെയാണെങ്കിലും നമ്മുടെ ഫേസിൽ എന്നും വിടാം. പക്ഷേ അതിൻ്റെ കൂടെ സ്വല്പം അരിപ്പൊടിയും കൂടെ ആകുമ്പോഴത്തേനും നല്ല ഒരു സ്ക്രബ് ചെയ്തതിൻ്റെ ഒരു ഫലവും നമുക്ക് കിട്ടും. നമ്മുടെ സ്കിന്നിൽ ഈ പൊടി എല്ലാം അടിച്ച് എപ്പോഴും നമ്മുടെ സ്കിന്നെ ഒരു എന്താ പറയുന്നത്, ഒന്ന് സ്ക്രബ് ചെയ്യണം. ആഴ്ചയിൽ ഒന്ന് മതി, എന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ അരിപ്പൊടിക്ക് നല്ല ഒരു തരിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ബലം പിടിച്ച് ഒരു മസാജ് ചെയ്യാനും പാടില്ല കേട്ടോ. ഇങ്ങനെ ഒരു സാധാ ഒരു രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് മൂക്കിൻ്റെ സൈഡ്, മൂക്കിൻ്റെ ഇവിടം എല്ലാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ഡള്ളായിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ ഒരു ക്ഷീണം പോലെ ഒക്കെ നമ്മുടെ മുഖം ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒരു പുതുജീവൻ കൊടുത്ത് നമുക്കൊന്ന് ആക്റ്റീവാക്കാൻ പറ്റും. അപ്പോൾ തൈരും അരിപ്പൊടിയും കൂടെയാണ്. അപ്പം വേറെ ദോഷങ്ങളൊന്നുമില്ല, നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, വേറെ ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസണിൽ നമ്മൾ ആഴ്ചയിലൊന്ന് മസ്റ്റായിട്ടും ചെയ്യണം. അത് കണ്ടോ, ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. വലിയ മസാജും കാര്യങ്ങളും ഒന്നുമില്ല. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത്, പ്രത്യേകിച്ച് ചുണ്ടിൻ്റെ സൈഡ്, ഈ താടിയുടെ ഈ ഭാഗം, ഇവിടം, മൂക്കിൻ്റെ സൈഡ്, മൂക്കിൻ്റെ ഈ ഒരു പോർഷൻ എല്ലാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക. ഒരുപാട് അമർത്തി മസാജ് ചെയ്യാതിരിക്കുക, കാരണം അരിപ്പൊടിയാണ്.
പിന്നെ അതേ കണ്ണിന് പിരിയം കൂട്ടി കവർ ചെയ്ത് നമുക്കിങ്ങനെ ഒരു മസാജ് കൊടുക്കാം. പിന്നെ നമ്മുടെ നെറ്റിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇനി നമുക്ക് മസാജ് ചെയ്ത് തന്നെ അങ്ങ് കഴുകി കളയാൻ മതി, വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിനെ തേച്ചൊരച്ച് സ്കിന്നിൻ്റെ ഡെഡ് സെൽസും ഡേർട്ടും ഡസ്റ്റും എല്ലാം ഒന്ന് കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞിട്ട് മുഖത്തിനൊരു ഉണർവ് കൊടുക്കുക. അതാണ് ഈ ഒരു മസാജും കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫലം. അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു റബ്ബിങ് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇതാ ഇങ്ങനെ ഒരു മസാജ് കൊടുത്ത് ചുണ്ടയിലും കൂട്ടി ചെയ്യാം കേട്ടോ. കുളിക്കുന്നതിനൊക്കെ മുന്നെയാണ് കഴുത്തേലും നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനതങ്ങ് മുഖം അങ്ങ് വാഷ് ചെയ്തിട്ട് വരാവേ. കണ്ടോ, നമ്മുടെ മുഖത്ത് നല്ല ഒരു മാറ്റം നമുക്ക് അപ്പോൾ തന്നെ കഴുകി കളയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ആ മാറ്റം അറിയാൻ പറ്റും. നമ്മുടെ മുഖം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ആക്റ്റീവ് ആക്കാനായിട്ട് സ്കിന്നിലുണ്ടാകുന്ന ഡസ്റ്റും ഡേർട്ടും എല്ലാം ഒന്ന് കഴുകിക്കളഞ്ഞ് സ്കിന്നിനെ ഒന്ന് പുതുജീവൻ കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അരിപ്പൊടിയും തൈരും കൂടെ മുഖത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. ഒരു 10 മിനിറ്റ് മസാജ് കൊടുക്കണം. മസാജ് ചെയ്തതിന് ശേഷം ഇത് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ മുഖത്ത് വന്ന മാറ്റം കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. തൈര് മാത്രം, അപ്പോൾ പിന്നെ നല്ലൊരു മിനുസം വരുന്ന പോലെയാണ് മുഖത്ത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു മിനുസം വരുന്ന പോലെയാണ് കേട്ടോ. ഇനി ചെറിയ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ തൈരായതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസർ ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്ന് 9 മണിക്ക് എല്ലാവരും ലൈവിൽ വരണം. ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കട്ടെ. അപ്പോൾ ബൈ പറഞ്ഞെങ്കിലും ഇന്നൊരു കുട്ടി എനിക്കൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചി എന്നും ഇടാൻ പറ്റിയ ഒരു പായ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുഖത്ത് കറുത്തപ്പാടുണ്ട്, കുറച്ച് കളർ കുറവാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ കൊച്ച് ഓയിൽ വാങ്ങിച്ച് തേച്ചിരുന്നെങ്കിൽ ആ കൊച്ചിന് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു ഫലം കിട്ടിയേനെ. പക്ഷേ എന്നും ചെയ്യാൻ പറ്റിയ പായ്ക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പായ്ക്കായിട്ട് നമുക്ക് എന്നും നമ്മുടെ മുഖത്തിടാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറയുന്ന അലോവേര വൈറ്റമിൻ ഓയിൽ, അലോവേരയും വൈറ്റമിൻ ഓയിലും അത് എന്നും നമ്മുടെ മുഖത്തിടാം. തൈര് തന്നെ എന്നും നമ്മുടെ മുഖത്തിടാം. ടൊമാറ്റോ തന്നെ എന്നും നമ്മുടെ മുഖത്തിടാം. ഇതൊക്കെ എന്നും ഇടാവുന്നതാണ്. പക്ഷെ പായ്ക്കായിട്ട് നമ്മൾ കൂട്ടിക്കലർത്തി ചെയ്യത്തില്ലേ, അങ്ങനെയുള്ളത് നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നരാടം ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നേ ചെയ്യാം കേട്ടോ. അപ്പം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത് ചെയ്ത് കാണിക്കാം, അല്ല പറയാമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പം പറയാൻ വന്നത് കേട്ടോ. അപ്പോൾ ബൈ, 9 മണിക്ക് കാണാം.